അങ്കിൾ വിളിയിൽ പ്രധാനമന്ത്രി പദം തെറിച്ചു. തായ്ലൻഡ് പ്രധാനമന്ത്രിയെ കോടതി പുറത്താക്കി. തായ്ലൻഡ് പ്രധാനമന്ത്രി പെതോങ്താൻ ഷിനവത്രയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഭരണഘടനാ കോടതി പുറത്താക്കി. കംബോഡിയൻ നേതാവ് ഹുൻസെന്നുമായുള്ള ഫോൺ സംഭാഷണം ചോർന്നതിന് പിന്നാലെയാണ് നടപടി. ധാർമ്മിക മൂല്യങ്ങൾ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഉത്തരവ്. കാലാവധി അവസാനിക്കാൻ 1 വർഷം മാത്രം ബാക്കി നിൽക്കെയാണ് പടിയിറക്കം. ഹുൻസെന്നുമായുള്ള ഫോൺ സംഭാഷണം ചോർന്നത് വൻ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചതോടെ 39-കാരിയായ പെതോങ്താൻ ഷിനവത്രയെ കഴിഞ്ഞ മാസം സസ്പെൻഡ് ചെയ്തിരുന്നു. തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ കംബോഡിയൻ നേതാവിനോട് വിനയത്തോടെ സംസാരിച്ചതാണ് ഷിനവത്രയ്ക്ക് വിനയായത്. ഹുൻസെന്നിനെ അങ്കിൾ എന്ന് അഭിസംബോധന ചെയ്യുന്ന സംഭാഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്തോളാമെന്ന് പറയുന്നതും തായ് സൈനിക കമാൻഡറെ വിമർശിക്കുന്നതും ഫോൺ സംഭാഷണത്തിലുണ്ടായിരുന്നു. തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ പ്രധാനമന്ത്രിയുടെ സംഭാഷണം രാജ്യ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നായിരുന്നു പ്രധാനമന്ത്രിക്ക് നേരെയുള്ള ആരോപണം. എന്നാൽ തൻ്റെ പരാമർശം സംഘർഷം അവസാനിപ്പിക്കാനും രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനുമാണെന്ന് ചൂണ്ടിക്കാട്ടി പെതോങ്താൻ ഷിനവത്ര മാപ്പ് അപേക്ഷിച്ചിരുന്നു. എന്നാൽ ഫോൺ സംഭാഷണ വിവാദം വൻ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ചു. തുടർന്ന് പ്രധാന സഖ്യകക്ഷി പിന്തുണ പിൻവലിച്ചതോടെ പാർലമെന്റിൽ ഷിനവത്രയുടെ പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടമായി. പെതോങ്താൻ ഷിനവത്രയുടെ ഫോൺ സംഭാഷണം ചോർന്ന് ആഴ്ചകൾക്കകമാണ് തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിൽ വൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. 5 ദിവസം നീണ്ട സംഘർഷത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയും ചെയ്തു.